നമ്മൾ കോഴിക്കോടിനെ പൊതുവെ ഒരു ലെഫ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടായിരുന്നു മുൻപ് കണ്ടിരുന്നത്. കോഴിക്കോട് വടകരയൊക്കെ ഇടതുപക്ഷ മണ്ഡലങ്ങളായിട്ടാണ് പൊതുവെ കണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിട്ട് അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കോഴിക്കോടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഒരു പേരിനുള്ളൊരു മത്സരം, അതല്ലെങ്കിൽ ഒരു CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ചെന്ന് മത്സരിച്ചാൽ എന്ത് എന്നൊരു തോന്നലുണ്ടായിരുന്നോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഒരിക്കലും സ്ഥാനാർത്ഥിയാകും പ്രതീക്ഷിച്ച ആളല്ല. ഡൽഹിയിൽ നിന്നാണ് എൻ്റെ പേര് വന്നത്. ആ പേര് വന്നത് തന്നെ ഞാനത് അറിയില്ല. ഞാൻ KPCC ഭാരവാഹി എന്നാൽ കോഴിക്കോടിൻ്റെ ചാർജുള്ള എല്ലാ ആളാണെന്നറിഞ്ഞു. ഞാൻ കോഴിക്കോട് ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിൽ പങ്കെടുക്കാൻ വന്ന ആളാണ്. അന്ന് സ്ഥാനാർത്ഥി ആയിട്ടില്ല. പങ്കെടുത്ത് തിരിച്ച് ഞാൻ ഈ അളകാവിലെത്തുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് രമേശ് വിളിക്കുക. രമേശ് പറഞ്ഞു ഇങ്ങനെ മത്സരം കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ജയിക്കാൻ സാധ്യമില്ലാത്ത കാര്യമാണ്. കോഴിക്കോടുകാർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മത്സരിക്കാൻ. അപ്പോൾ പിന്നെ ഇത് വരുന്നത് ആൻ്റണിയാണ്, AK ആൻ്റണിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത ഒരാൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നോടൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. എന്നൊരു ടഫാന്ന് എനിക്കറിയാം. എന്നത് MKR എന്ന് വിളിക്കുക. എന്നോട് MKR ആണെങ്കിൽ ഒരു റെയർ ചാൻസ് ഞാൻ കാണുന്നത്. എൻ്റെ ഉപയോഗിച്ച ഭാഷയാണ് റെയർ ചാൻസ് എന്ന് പറയും. എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട, എന്നെങ്കിലും എന്നേ പറ്റും. അങ്ങനെയാണ് ഞാൻ മനസ്സോടെ തീരുമാനിക്കുന്നത്. മനസ്സോടെയാണ് വന്നത്. അന്നിപ്പോൾ കണ്ണൂരിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞോ പോയി തോറ്റിട്ട് വാന്ന് പറഞ്ഞോ?